ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് ലിൻസ സിറാജ്. പ്രധാന വാർത്തകൾ. ഇൻസാറ്റ് 3DS ഭ്രമണപഥത്തിൽ അത്യാധുനിക കാലാവസ്ഥാ നിരീക്ഷണ ഉപഗ്രഹം വിക്ഷേപിച്ചത് ശ്രീഹരിക്കോട്ടയിൽ നിന്ന്. 2 ദിവസത്തെ BJP ദേശീയ സമ്മേളനത്തിന് ന്യൂഡൽഹിയിൽ തുടക്കമായി. പ്രതിനിധികളെ അഭിസംബോധന ചെയ്ത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. മ്യൂണിക് സുരക്ഷാ സമ്മേളനത്തിൽ വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ വിവിധ രാഷ്ട്രത്തലവന്മാരുമായി ചർച്ച നടത്തി. വന്യജീവി ആക്രമണത്തെ തുടർന്നുണ്ടായ സ്ഥിതിഗതികൾ വിലയിരുത്താൻ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ അധ്യക്ഷതയിൽ തിരുവനന്തപുരത്ത് ഉന്നതതല യോഗം ചേർന്നു. രാജ്കോട്ട് ക്രിക്കറ്റ് ടെസ്റ്റിൽ 3-ാം ദിനം കളി അവസാനിക്കുമ്പോൾ ഇംഗ്ലണ്ടിനെതിരെ ഇന്ത്യയ്ക്ക് 322 റൺസ് ലീഡ്. യശസ്വി ജയ്സ്വാളിന് സെഞ്ചുറി. വാർത്തകൾ വിശദമായി. വരാനിരിക്കുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 370 സീറ്റുകൾ നേടുമെന്ന് ഉറപ്പാക്കാൻ അടുത്ത 100 ദിവസം ആത്മാർപ്പണത്തോടെ പ്രവർത്തിക്കാൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി BJP പ്രവർത്തകരോട് അഭ്യർത്ഥിച്ചു. BJPയുടെ 370 സീറ്റുകൾ ഉൾപ്പെടെ 400 സീറ്റുകൾ NDA നേടണമെന്ന ലക്ഷ്യം ശ്രീ മോദി മുന്നോട്ടുവച്ചു. ന്യൂഡൽഹിയിലെ ഭാരത് മണ്ഡപത്തിൽ ദ്വിദിന BJP ദേശീയ സമ്മേളനത്തിൽ പാർട്ടി നേതാക്കളെ അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം. പ്രധാനമന്ത്രിക്ക് പുറമെ BJP അധ്യക്ഷൻ JP നദ്ദ, കേന്ദ്രമന്ത്രിമാരായ അമിത് ഷാ, രാജ്നാഥ് സിംഗ്, നിതിൻ ഗഡ്കരി തുടങ്ങിയവരും യോഗത്തിൽ പങ്കെടുത്തു. BJP ഭരിക്കുന്ന സംസ്ഥാനങ്ങളിലെ മുഖ്യമന്ത്രിമാർ, സംസ്ഥാന മന്ത്രിമാർ, ദേശീയ സംസ്ഥാന ഭാരവാഹികൾ, MPമാർ, MLAമാർ എന്നിവരുൾപ്പെടെ 11,500ഓളം പ്രതിനിധികൾ പരിപാടിയിൽ പങ്കെടുക്കുന്നുണ്ട്. ജർമ്മനിയിൽ നടക്കുന്ന മ്യൂണിക് സുരക്ഷാ സമ്മേളനത്തിന്റെ ഭാഗമായി കേന്ദ്ര വിദേശകാര്യമന്ത്രി ഡോക്ടർ എസ് ജയശങ്കർ വിവിധ രാഷ്ട്രത്തലവന്മാരുമായി ചർച്ച നടത്തി. ആഗോള പ്രാദേശിക വിഷയങ്ങളിലെ പ്രശ്നങ്ങളെക്കുറിച്ചും ഉഭയകക്ഷി സഹകരണത്തെ സംബന്ധിച്ചും അദ്ദേഹം ആശയവിനിമയം നടത്തി. ഇന്ത്യയും ബംഗ്ലാദേശും തമ്മിലുള്ള സൌഹൃദം മുന്നോട്ട് കൊണ്ടുപോകുന്നതിൽ പ്രധാനമന്ത്രി ഷെയ്ഖ് ഹസീനയുടെ ഇടപെടലിനെ ഡോക്ടർ ജയശങ്കർ അഭിനന്ദിച്ചു. യുക്രൈൻ സംഘർഷത്തെക്കുറിച്ച് പോളണ്ട് വിദേശകാര്യമന്ത്രിയുമായി അദ്ദേഹം ചർച്ച നടത്തി. സമീപകാല ആഗോള സംഭവ വികാസങ്ങളെക്കുറിച്ച് പോർച്ചുഗൽ, ബെൽജിയം എന്നീ രാജ്യങ്ങളിലെ വിദേശകാര്യമന്ത്രിമാരുമായും ശ്രീ ജയശങ്കർ ചർച്ച ചെയ്തു. ലോകം നേരിടുന്ന വിവിധ സുരക്ഷാ ഭീഷണികൾ ഉന്നതതലത്തിൽ ചർച്ച ചെയ്യുന്നതിനുള്ള വേദിയാണ് മ്യൂണിക് സുരക്ഷാ സമ്മേളനം. ഈ മാസം 21 മുതൽ 2 ദിവസത്തെ സന്ദർശനത്തിനായി ഗ്രീസ് പ്രധാനമന്ത്രി കിരിയാക്കോസ് മിറ്റ്സോടാക്കിസ് ഇന്ത്യയിലെത്തും. ന്യൂഡൽഹിയിൽ നടക്കുന്ന 9ാമത് റെയ്സിന സംഭാഷണത്തിൽ മുഖ്യാതിഥിയായി പങ്കെടുക്കുന്ന അദ്ദേഹം പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി ഉഭയകക്ഷി ചർച്ച നടത്തുകയും ചെയ്യും. 15 വർഷത്തിന് ശേഷമാണ് ഗ്രീസ് രാഷ്ട്രത്തലവൻ ഇന്ത്യ സന്ദർശിക്കുന്നത്. കഴിഞ്ഞ വർഷം ഓഗസ്റ്റിൽ ശ്രീ മോദി ഗ്രീസ് സന്ദർശിച്ചിരുന്നു. മിറ്റ്സോടാക്കിസിന്റെ ഇന്ത്യ സന്ദർശനം ഇരു രാജ്യങ്ങളുടെയും ബന്ധം കൂടുതൽ ശക്തിപ്പെടുത്തുമെന്ന് പ്രതീക്ഷിക്കുന്നതായി വിദേശകാര്യ മന്ത്രാലയം പ്രസ്താവിച്ചു. ഇന്ത്യയുടെ കാലാവസ്ഥാ ഉപഗ്രഹം ഇൻസാറ്റ് 3DS ISRO വിജയകരമായി വിക്ഷേപിച്ചു. വൈകിട്ട് 5:35 ശ്രീഹരിക്കോട്ടയിലെ സതീഷ് ധവാൻ ബഹിരാകാശ കേന്ദ്രത്തിൽ നിന്ന് GSLV F-14 റോക്കറ്റ് ഉപയോഗിച്ചായിരുന്നു വിക്ഷേപണം. ഭൌമശാസ്ത്ര മന്ത്രാലയത്തിന്റെ വിവിധ വകുപ്പുകളുടെ കൂട്ടായ പ്രയത്നത്തിലൂടെയാണ് ദൌത്യം വിജയകരമായതെന്ന് ISRO ചെയർമാൻ S. സോമനാഥ് പറഞ്ഞു. വിശദാംശങ്ങളിലേക്ക്. 2274 കിലോഗ്രാം ഭാരമുള്ള ഇൻസാറ്റ് 3DS ഇന്ത്യയുടെ 4ാമത് കാലാവസ്ഥാ ഉപഗ്രഹമാണ്. വിക്ഷേപിച്ച് 20 മിനിറ്റിനുള്ളിൽ നിശ്ചിത ഭ്രമണപഥത്തിൽ ഉപഗ്രഹത്തെ എത്തിക്കാൻ GSLV F-14 റോക്കറ്റിന് സാധിച്ചു. 10 വർഷത്തേക്ക് സജീവമായി പ്രവർത്തിക്കുന്ന ഇൻസാറ്റ് 3DS കാലാവസ്ഥാ നിരീക്ഷണങ്ങൾ മെച്ചപ്പെടുത്തുന്നതിനും പ്രകൃതി ദുരന്ത മുന്നറിയിപ്പ് സംവിധാനങ്ങൾ നവീകരിക്കുന്നതിനും ഉപയോഗപ്രദമാണ്. കൂടാതെ അതിതീവ്ര കാലാവസ്ഥയിലെ തിരച്ചിൽ രക്ഷാപ്രവർത്തനങ്ങൾക്കും ഈ ഉപഗ്രഹത്തിൽ നിന്നുള്ള വിവരങ്ങൾ പ്രയോജനപ്പെടും. വിദ്യാർത്ഥികളും യുവാക്കളും പൊതുജനങ്ങളും ഉൾപ്പെടെ 100 കണക്കിന് പേർ വിക്ഷേപണം കാണാൻ ശ്രീഹരിക്കോട്ടയിൽ എത്തിയിരുന്നു. ന്യൂസ് ഡെസ്ക്, ആകാശവാണി. സ്കൂൾ കുട്ടികൾക്ക് ബഹിരാകാശ ശാസ്ത്രത്തിലും സാങ്കേതിക വിദ്യയിലും അഭിരുചി വർദ്ധിപ്പിക്കുന്നതിനായി ISRO സംഘടിപ്പിക്കുന്ന വിജ്ഞാന പരിപാടിയായ യുവിക മെയ് 13 ആരംഭിക്കും. 2 ആഴ്ച നീണ്ടുനിൽക്കുന്ന പരിപാടിയിൽ ക്ലാസ് റൂം പരിശീലനം, പരീക്ഷണങ്ങളുടെ പ്രായോഗിക പ്രദർശനം, ISRO ശാസ്ത്രജ്ഞരുമായുള്ള ചർച്ചകൾ എന്നിവയുണ്ടായിരിക്കും. പശ്ചിമബംഗാളിൽ രാഷ്ട്രപതി ഭരണം ഏർപ്പെടുത്താൻ ശുപാർശ ചെയ്ത് ദേശീയ പട്ടികജാതി കമ്മീഷൻ. സന്ദേശ് ഖാലിയിൽ തൃണമൂൽ കോൺഗ്രസ് പ്രവർത്തകർ സ്ത്രീകളെ മർദ്ദിച്ചെന്ന പരാതിയിൽ ദേശീയ പട്ടികജാതി കമ്മീഷൻ അധ്യക്ഷൻ രാഷ്ട്രപതിക്ക് നൽകിയ റിപ്പോർട്ടിലാണ് ശുപാർശ. പട്ടിക വിഭാഗങ്ങളുടെ അവകാശ സംരക്ഷണത്തിനായുള്ള ഭരണഘടനയുടെ 338 വകുപ്പ് പ്രകാരമാണ് നടപടിയെന്ന് ദേശീയ പട്ടികജാതി കമ്മീഷൻ അധ്യക്ഷൻ അരുൺ ഹാൽദർ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു.
ഡൽഹി നിയമസഭയിൽ നടന്ന വിശ്വാസ വോട്ടെടുപ്പിൽ ആം ആദ്മി പാർട്ടി ഭൂരിപക്ഷം തെളിയിച്ചു. ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളാണ് ഇന്നലെ അവിശ്വാസ പ്രമേയം സഭയിൽ അവതരിപ്പിച്ചത്. നിയമസഭയ്ക്ക് മന്ത്രിസഭയോടുള്ള വിശ്വാസം ജനങ്ങളോട് കാണിക്കേണ്ടത് അനിവാര്യമാണെന്നും AAPയെ ഇല്ലാതാക്കാൻ BJP ശ്രമിക്കുന്നതായും ശ്രീ കെജ്രിവാൾ പറഞ്ഞു. ജമ്മുകശ്മീരിൽ ഇന്ത്യൻ റെയിൽവേയുടെ ബനിഹാൽ, ഖാരി, സുംബർ, സങ്കൽദാൻ മേഖലയിലെ സേവനങ്ങൾക്ക് ചൊവ്വാഴ്ച തുടക്കമാവും. ഉധംപൂർ, ശ്രീനഗർ, ബാരാമുള്ള റെയിൽ ലിങ്ക് പദ്ധതിയുടെ ഭാഗമായുള്ള ട്രെയിൻ സർവീസ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉദ്ഘാടനം ചെയ്യും. സ്വാതന്ത്ര്യത്തിന് ശേഷമുള്ള ഏറ്റവും വലിയ ഹിമാലയൻ റെയിൽവേ പദ്ധതികളിലൊന്നാണ് ഉധംപൂർ, ശ്രീനഗർ, ബാരാമുള്ള റെയിൽ ലിങ്ക് പദ്ധതി. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം എന്ന യൂട്യൂബ് ചാനലിൽ ലഭ്യമാണ്. കൂടുതൽ വാർത്തകൾക്കായി @ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം എന്ന ഫേസ്ബുക്ക് പേജും @AER_News_TVM എന്ന എക്സ് ഹാൻഡിലും സന്ദർശിക്കാം. വയനാട്ടിലെ വന്യജീവി ആക്രമണത്തെ തുടർന്നുണ്ടായ സ്ഥിതിഗതികൾ വിലയിരുത്താൻ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ അധ്യക്ഷതയിൽ തിരുവനന്തപുരത്ത് ഉന്നതതല യോഗം ചേർന്നു. വന്യമൃഗങ്ങൾ ജനവാസ മേഖലയിൽ വരുന്നത് കണ്ടെത്താൻ 250 പുതിയ ക്യാമറകൾ കൂടി സ്ഥാപിക്കും. വനം, പോലീസ്, റവന്യൂ തുടങ്ങിയ വകുപ്പുകളുടെ ഏകോപനം ഉറപ്പാക്കാനും യോഗത്തിൽ തീരുമാനമായി. കേന്ദ്ര സർക്കാരിന്റെ വികസന ക്ഷേമ പദ്ധതികൾ ജനങ്ങളിലേക്ക് എത്തിക്കുന്നതിനായി സംഘടിപ്പിക്കുന്ന വികസിത് ഭാരത് സങ്കല്പ് യാത്ര ഇന്ന് തിരുവനന്തപുരം, കോഴിക്കോട് ജില്ലകളിൽ പര്യടനം നടത്തി. രാജ്യതലസ്ഥാനമായ ഡൽഹിയിലും വിവിധ കേന്ദ്രങ്ങളിൽ വികസിത് ഭാരത് സങ്കല്പ് യാത്രയെത്തി. കർഷക സംഘടനകളുമായുള്ള അടുത്തഘട്ട ചർച്ച നാളെ നടക്കുമെന്ന് കേന്ദ്രമന്ത്രി അനുരാഗ് സിംഗ് ഠാക്കൂർ. ഇതുവരെ നടന്ന ചർച്ചകൾ ഫലപ്രദമായിരുന്നു. ചർച്ചയിൽ പ്രതീക്ഷയുണ്ടെന്നും പ്രശ്നങ്ങൾ പരിഹരിച്ച് മുന്നോട്ടു പോകുമെന്നും അദ്ദേഹം ഡൽഹിയിൽ മാധ്യമങ്ങളോട് പറഞ്ഞു. 11ാമത് അന്താരാഷ്ട്ര പാവകളി ഉത്സവത്തിന് ചണ്ഡീഗഡിലെ ടാഗോർ തിയേറ്ററിൽ തുടക്കമായി. പഞ്ചാബ് ഗവർണർ ബൻവാരിലാൽ പുരോഹിത് പരിപാടി ഉദ്ഘാടനം ചെയ്തു. പാവകളിയിലൂടെ ഇന്ത്യയുടെ സമ്പന്നമായ സാംസ്കാരിക പൈതൃകത്തെ പുനരവതരിപ്പിക്കുന്ന പരിപാടിയിൽ പാവനിർമ്മാണത്തിന്റെ തത്സമയ പ്രദർശനവും ഉണ്ടാവും. ഈ മാസം 21-ന് സമാപിക്കും. ന്യൂഡൽഹിയിലെ ജവഹർലാൽ നെഹ്റു സ്റ്റേഡിയത്തിന് സമീപം താൽക്കാലികമായി നിർമ്മിച്ച കെട്ടിടം തകർന്ന് നിരവധി പേർക്ക് പരിക്കേറ്റു. ഗുരുതരമായി പരിക്കേറ്റ 7 പേരെ ഡൽഹി എയിംസിന്റെ അത്യാഹിത വിഭാഗത്തിൽ പ്രവേശിപ്പിച്ചു. ഇതുവരെ ആളപായം റിപ്പോർട്ട് ചെയ്തിട്ടില്ല. രാജ്കോട്ട് ക്രിക്കറ്റ് ടെസ്റ്റിൽ 3ാം ദിനം കളി അവസാനിക്കുമ്പോൾ ഇംഗ്ലണ്ടിനെതിരെ ഇന്ത്യയ്ക്ക് 322 റൺസ് ലീഡ്. 3ാം ദിവസം ബാറ്റിംഗ് പുനരാരംഭിച്ച ഇംഗ്ലണ്ട് 319 റൺസ് എടുക്കുന്നതിനിടെ എല്ലാവരും പുറത്താവുകയായിരുന്നു. 2ാം ഇന്നിംഗ്സിൽ ബാറ്റിംഗ് ആരംഭിച്ച ഇന്ത്യ 2 വിക്കറ്റിന് 196 റൺസ് എന്ന നിലയിലാണ്. ഇന്ത്യയ്ക്ക് വേണ്ടി യശസ്വി ജയ്സ്വാൾ സെഞ്ചുറി നേടി. ഖേലോ ഇന്ത്യ സർവകലാശാല ഗെയിംസ് 2023-ന് അസമിലെ ഗുവാഹത്തിയിൽ തുടക്കമായി. സരു സജായ് കായിക സമുച്ചയത്തിൽ കബഡി മത്സരത്തോടെയാണ് അഷ്ടലക്ഷ്മി എന്ന പേരിൽ അറിയപ്പെടുന്ന ഗെയിംസിന് തുടക്കമായത്. മേളയുടെ ഔദ്യോഗിക ഉദ്ഘാടന ചടങ്ങ് തിങ്കളാഴ്ച ഗുവാഹത്തിയിൽ നടക്കും. ബാഡ്മിന്റൺ ഏഷ്യ ടീം ചാമ്പ്യൻഷിപ്പ് ചരിത്രത്തിലാദ്യമായി ഇന്ത്യൻ വനിതകൾ ഫൈനലിൽ. ഇന്ന് മലേഷ്യയിലെ ഷാ ആലമിൽ നടന്ന സെമിയിൽ ജപ്പാനെ 3-2-ന് തോൽപ്പിച്ചാണ് ഇന്ത്യ ഫൈനലിലെത്തിയത്. പൊതു തെരഞ്ഞെടുപ്പ് ക്രമക്കേടുകളുടെ പശ്ചാത്തലത്തിൽ പാകിസ്ഥാനിൽ പ്രതിഷേധങ്ങൾ ഉയരുന്ന സാഹചര്യത്തിൽ റാവൽപിണ്ടി ഡിവിഷൻ കമ്മീഷണർ ലിയാഖത്ത് അലി ചട്ട രാജിവെച്ചു. റാവൽപിണ്ടി ഡിവിഷനിൽ ഉൾപ്പെടെ ക്രമക്കേടുകൾ നടന്നെന്നും അതിന്റെ ഉത്തരവാദിത്വം ഏറ്റെടുത്താണ് രാജിയെന്നും ലിയാഖത്ത് അലി പറഞ്ഞു. അതേസമയം പൊതു തെരഞ്ഞെടുപ്പിൽ കൃത്രിമം നടന്നെന്ന റാവൽപിണ്ടി ഡിവിഷൻ കമ്മീഷണറുടെ ആരോപണം പാകിസ്ഥാൻ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തള്ളി. ഡൽഹിയിലെ പട്ടേൽ നഗർ ദയാബസ്തി ഭാഗത്ത് ചരക്കു ട്രെയിനിന്റെ 8 ബോഗികൾ പാളം തെറ്റി. ആളപായമില്ലെന്നും ട്രെയിൻ ഗതാഗതത്തിന് തടസ്സമുണ്ടാകില്ലെന്നും ഉത്തര റെയിൽവേ അറിയിച്ചു. നവി മുംബൈയിൽ കെമിക്കൽ ഫാക്ടറിയിൽ തീപിടുത്തം. ആളപായം റിപ്പോർട്ട് ചെയ്തിട്ടില്ല. അഗ്നിശമന സേനയെത്തി തീയണച്ചു. തീപിടുത്തത്തിന് പിന്നിലെ കാരണം അന്വേഷിച്ചു വരികയാണെന്ന് അഗ്നിശമന സേന ഉദ്യോഗസ്ഥർ അറിയിച്ചു. മഹാരാഷ്ട്രയിലെ ധുലെ ജില്ലയിൽ ശിശു സൌഹൃദ പോലീസ് സ്റ്റേഷൻ ഉദ്ഘാടനം ചെയ്തു. ആസാദ് നഗർ പോലീസ് സ്റ്റേഷനാണ് ശിശു സൌഹൃദമാക്കിയത്. സ്റ്റേഷൻ പരിസരത്തെത്തുന്ന കുട്ടികൾക്ക് സുരക്ഷിതവും ഉല്ലാസഭരിതവുമായ അന്തരീക്ഷം ഒരുക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് നടപടി. പാകിസ്ഥാനിൽ സർക്കാർ രൂപീകരണ പ്രക്രിയയ്ക്ക് അന്തിമ രൂപം നൽകാൻ രാഷ്ട്രീയ പാർട്ടികൾ ശ്രമിക്കുന്നതിനിടെ കേന്ദ്രത്തിൽ പ്രതിപക്ഷത്തിരിക്കുമെന്ന് പാകിസ്ഥാൻ തെഹ്രീക്ക് ഇൻസാഫ് പാർട്ടി പ്രഖ്യാപിച്ചു. റാവൽപിണ്ടിയിലെ അഡിയാല ജയിലിൽ കഴിയുന്ന പാർട്ടി സ്ഥാപകൻ ഇമ്രാൻഖാന്റെ നിർദ്ദേശപ്രകാരമാണ് തീരുമാനം. FIH വനിതാ ഹോക്കി പ്രോ ലീഗിൽ ഇന്ത്യ ഓസ്ട്രേലിയ മത്സരം ഒഡീഷയിലെ റൂർക്കേലയിൽ പുരോഗമിക്കുന്നു. നിലവിൽ പോയിന്റ് പട്ടികയിൽ 6ാം സ്ഥാനത്താണ് ഇന്ത്യ. പ്രധാന വാർത്തകൾ വീണ്ടും. ഇൻസാറ്റ് 3DS ഭ്രമണപഥത്തിൽ. അത്യാധുനിക കാലാവസ്ഥാ നിരീക്ഷണ ഉപഗ്രഹം വിക്ഷേപിച്ചത് ശ്രീഹരിക്കോട്ടയിൽ നിന്ന്. 2 ദിവസത്തെ BJP ദേശീയ സമ്മേളനത്തിന് ന്യൂഡൽഹിയിൽ തുടക്കം. പ്രതിനിധികളെ അഭിസംബോധന ചെയ്ത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. മ്യൂണിക് സുരക്ഷാ സമ്മേളനത്തിൽ വിദേശകാര്യമന്ത്രി S. ജയശങ്കർ വിവിധ രാഷ്ട്രത്തലവന്മാരുമായി ചർച്ച നടത്തി.
വന്യജീവി ആക്രമണത്തെ തുടർന്നുണ്ടായ സ്ഥിതിഗതികൾ വിലയിരുത്താൻ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ അധ്യക്ഷതയിൽ തിരുവനന്തപുരത്ത് ഉന്നതതല യോഗം ചേർന്നു. രാജ്കോട്ട് ക്രിക്കറ്റ് ടെസ്റ്റിൽ 3-ാം ദിനം കളി അവസാനിക്കുമ്പോൾ ഇംഗ്ലണ്ടിനെതിരെ ഇന്ത്യയ്ക്ക് 322 റൺസ് ലീഡ്. യശസ്വി ജയ്സ്വാളിന് സെഞ്ചുറി. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 8:35.